കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ കേട്ടുകേൾവിയില്ലാത്തതും നാണക്കേടുണ്ടാക്കിയ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-യെ കോൺഗ്രസ് സംരക്ഷിക്കുകയാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. പരാതി തേച്ചുമായ്ച്ചു കളയാൻ ആദ്യം ശ്രമിച്ചവർ ഇപ്പോൾ സസ്പെൻഡ് ചെയ്തത് ഒത്തുകളിയുടെ ഭാഗമായാണ്. കോൺഗ്രസിൽ നിന്ന് പുറത്താക്കാനോ MLA സ്ഥാനം രാജിവെപ്പിക്കാനോ തയ്യാറാകാത്തത് അതിനാലാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഉയർന്ന പരാതികൾ മഞ്ഞുമലയുടെ ഒരറ്റം മാത്രമാണ്. ഗതികെട്ട സാഹചര്യത്തിലായിരുന്നു യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കിയത്. വീണ്ടും വെളിപ്പെടുത്തലുകൾ വന്നതോടെയാണ് ഗത്യന്തരമില്ലാതെയുള്ള സസ്പെൻഷൻ. കോൺഗ്രസ് ഭരണഘടനാ പ്രകാരം സസ്പെൻഡ് ചെയ്യപ്പെടുന്ന ജനപ്രതിനിധി എല്ലാ പദവികളും രാജിവെക്കണം. കാലാവധി നിശ്ചയിക്കാത്തതിനാൽ 1 മാസം കഴിഞ്ഞ് രാഹുലിന് സ്വാഭാവികമായും തിരിച്ചുവരാം. ജനങ്ങളുടെയും പ്രതികരിച്ച കോൺഗ്രസ് പ്രവർത്തകരുടെയും കണ്ണിൽ പൊടിയിടാനാണ് സസ്പെൻഷൻ. രാഹുൽ ചെയ്ത ഹീനപ്രവൃത്തിയുടെ പേരിൽ മുഖ്യമന്ത്രിയുടെ വസതിയിലേക്ക് ക്രിമിനലുകളെയും കൂട്ടി അക്രമ മാർച്ച് നടത്തിയത് എന്തിനെന്ന് കോൺഗ്രസ് നേതൃത്വം പറയണം. പോലീസിന് നേരെ തീപ്പന്തം എറിഞ്ഞ് നാട്ടിൽ കലാപമുണ്ടാക്കാനാണ് വാർത്ത പുറത്തു കൊണ്ടുവന്ന റിപ്പോർട്ടർ ചാനലിന്റെ ഓഫീസും മാധ്യമപ്രവർത്തകരെയും ആക്രമിക്കുന്നു. തൃശൂരിൽ ദേശാഭിമാനിയുടെ വാർഷികത്തിന്റെ ബോർഡുകളും CPM കൊടിമരങ്ങളും തകർക്കുന്നു. വടകരയിൽ സംഘർഷമുണ്ടാക്കാൻ ഷാഫി പറമ്പിൽ MP തന്നെ നേതൃത്വം കൊടുത്തു. വ്യാപക ആക്രമണം അഴിച്ചുവിട്ട് രാഹുലിന്റെ നെറികെട്ട പ്രവൃത്തിയെ ജനങ്ങളിൽ നിന്ന് മറയ്ക്കാനാവില്ലെന്ന് കോൺഗ്രസ് നേതൃത്വം മനസ്സിലാക്കണമെന്ന് MV ഗോവിന്ദൻ പറഞ്ഞു.